രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയത് മുതൽ ആരംഭിച്ച യുഎസ് കാനഡ താരിഫ് യുദ്ധം മുറുകുകയാണ്. ഇതിനിടയിലാണ് കാർ ഇറക്കുമതിയിലെ പുതിയ താരിഫ് പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വന്നത്. എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഇതിനുള്ള മറുപടിയുമായാണ് പുതുതായി നിയമിതനായ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. തികച്ചും യുഎസിനുള്ള ഒരു കനത്ത മറുപടി തന്നെയായിരുന്നു അത്. ഇത്രയും കാലം യുഎസ്, കാനഡ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും വ്യാപാര മേഖലകളും തുടങ്ങി എല്ലാ ബന്ധങ്ങൾക്കും അടിവരയിടുന്ന തരത്തിലുള്ള മറുപടിയാണ് കാനഡ ഇന്ന് പ്രഖ്യാപിച്ചത്. അതായത് യുഎസുമായുള്ള പഴയ ബന്ധം ഇവിടെ അവസാനിക്കുന്നു, അയൽക്കാരനോടുള്ള ആശ്രയത്വം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ടാണ് മാർക്ക് കാർണി ഈ ഒരു കാര്യം പറഞ്ഞത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ താരിഫുകൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയതും. അതുകൊണ്ട് തന്നെ കാനഡയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ ട്രംപിനോടുള്ള വിദ്വേഷം തന്നെയാണെന്നാണ് ഉന്നതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇതിലും മികച്ചൊരു പ്രതികരണം കാനഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ലെന്നും ഇതാണ് ട്രംപിനുള്ള കനത്ത മറുപടിയെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ അവസാനിച്ചതോടെ ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അടുത്ത ഏതാനും ആഴ്ചകളിലും മാസങ്ങളിലും അതോ വർഷങ്ങളിലും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചില ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും മാർക്ക് കാർണി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് ഇനിയുള്ള കാനഡയുടെ തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. കൂടാതെ എല്ലാ മേഖലയിലും കാനഡ വിജയിക്കുമെന്നും ഉറപ്പാക്കണമെന്നും നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ നമുക്കിനി അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണെന്ന് കൂടെ കാർണി വ്യക്തമാക്കി. കൂടാതെ യുഎസും കാനഡയും തമ്മിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണെന്നും സമ്പദ് വ്യവസ്ഥ, സുരക്ഷ, സൈനിക സഹകരണം എന്നിവ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ചായിരുന്നു. ഇനി എന്നാൽ അങ്ങോട്ട് ഇതൊക്കെ മറന്നുകൊണ്ട് പോരാടാമെന്നും നമ്മുടെ സുരക്ഷ, വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ട സമയമാണിതെന്നാണ് കാർണി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. യുഎസിന് അധികാരമുള്ളതുപോലെ തന്നെ കനേഡിയൻ പൗരന്മാർ എന്ന നിലയിൽ നമുക്കും അധികാരമുണ്ടെന്നും യുഎസുമായുള്ള ബന്ധം ഇവിടെ അവസാനിപ്പിച്ചതോടെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മൾ തന്നെ തീരുമാനിക്കും, നിയന്ത്രിക്കുമെന്നും ഇനി മുതൽ നമ്മുടെ മേൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നും ശക്തമായി പറഞ്ഞുകൊണ്ടാണ് കാർണി യുഎസിനുള്ള മറുപടി നൽകിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും യുഎസ് കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളൽ മറ്റേതെങ്കിലും രാജ്യത്തെ ബാധിക്കുമോ എന്ന് നോക്കാം. യുഎസ് കാനഡ ബന്ധം എന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതിനാൽ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് വ്യാപാര മേഖലകളെ നിയന്ത്രിക്കുന്ന ഉന്നതർ വ്യക്തമാക്കുന്നത്. രണ്ട് രാജ്യങ്ങളും നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പ്രകാരമാണ് വ്യാപാരം നടത്തുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് 2023 കണക്കുകൾ നോക്കുമ്പോൾ അതിൽ യുഎസിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായാണ് കാനഡയെ കണക്കാക്കിയിട്ടുള്ളത്. അതിൽ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ഓട്ടോമൊബൈൽ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം $421 ബില്യൺ സാധനങ്ങൾ കാനഡയിൽ നിന്ന് യുഎസ് ഇറക്കുമതി ചെയ്യപ്പെട്ടതായി വ്യക്തമാക്കുന്നു. കാനഡ അമേരിക്കയ്ക്ക് 60%-ലധികവും അസംസ്കൃത എണ്ണയുടെ 85%-ലധികവും പ്രകൃതിവാതകത്തിന്റെ 85%-ലധികവും നൽകുന്നു. എന്നാൽ ഇത് ഇനി അടച്ചിട്ടാൽ അമേരിക്കയിൽ ഊർജ്ജവില കുതിക്കാൻ കാരണമായേക്കും. കൂടാതെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്തുക എന്നത് കാനഡയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. കൂടാതെ ദൂരവും ചെലവും കാരണം യൂറോപ്പുമായും ഏഷ്യയുമായും ഉടനടി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്.